ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്യൂ എല്ലാം കറക്റ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും സെയിം പാറ്റേൺ ആണ്. സെയിം പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഫസ്റ്റ് ഓപ്പൺ 2 ക്യാൻഡിൽ വരുന്നു, അതിനുശേഷം നല്ല രീതിയിൽ താപ്പോട്ട് പോകുന്നു. അതിനുശേഷം ഇവിടെ ഒരു കൺസൾട്ടേഷൻ വരുന്നു, അതിനുശേഷം ഒരു റിവേഴ്സൽ. ഇത് കോമൺ പാറ്റേൺ ആണ്. ഇത് കണ്ട ഉടനെ എനിക്ക് കറക്റ്റ് ഒരു കിടിലൻ ട്രേഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലോങ് ആയിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേൺ കണ്ട് ഇവിടെ ഒരു റിജക്ഷൻ കണ്ട ആ ഒരു മൊമെൻറ്റിൽ തന്നെ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മാക്സിമം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ചിലും, അതേപോലെ തന്നെ ടാർഗറ്റ് ഈ ഇന്നത്തെ ഡേ ഹൈ ഇതായിരുന്നു എൻ്റെ ടാർഗറ്റ്. ഇതായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന രീതിയും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു. ഈ റിജക്ഷൻ ക്യാൻഡിൽ നിന്നായിരുന്നു ഞാൻ ഫസ്റ്റ് ട്രേഡ് എടുത്തത്. എന്തായാലും ഇതിൻ്റെ താപ്പോട്ട് പോകത്തില്ല, പോവുകയാണെങ്കിൽ ഓക്കെ ശരി ഫൈൻ, ഞാൻ എൻ്റെ ലോസ് അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റിലും കാര്യങ്ങളിലായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷേ ഞാൻ ഈ ട്രേഡ് ഇതിലെടുത്ത ഉടനെ തന്നെ എനിക്ക് വയറിന് കുറച്ച് പ്രശ്നമായിട്ട് ഞാൻ ബാത്റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു സേഫായിട്ടുള്ളൊരു ഇത് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. ഞാൻ എന്നിട്ട് ആ ബാത്റൂം കഴിഞ്ഞ് തിരിച്ചെത്തിയതും എൻ്റെ സ്റ്റോപ്പ് ലോസ് അങ്ങ് ഹിറ്റായി. സ്റ്റോപ്പ് ലോസ് ഞാൻ 500 വെച്ചിട്ടില്ല, 480 എങ്ങാണ്ട് വെച്ചപ്പോഴത്തേനാണ് അത് ഹിറ്റായി പോയത്. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു, കുറച്ച് അർജൻറ്റ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ ഓടിപ്പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് എനിക്കൊരു 487 നിഫ്റ്റി കോളിൽ ലോസ് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തതാ ഈ മൊമെൻറ്റിൽ ഞാൻ പറഞ്ഞ ആ റിജക്ഷൻ ക്യാൻഡിലിൽ നിന്ന് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്തു. എന്നിട്ട് പെട്ടെന്ന് ഞാൻ പോയി പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് ഇതും വെച്ചു. ഞാൻ ഓടിപ്പോയി. എന്തായാലും അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ തിരിച്ച് വന്നതും ലോസ് അടിച്ചു. പിന്നെ ഞാൻ വേണമെങ്കിൽ ഈ ഒരു മൊമെൻറ്റിലും കൂടെ എനിക്ക് ട്രേഡ് എടുക്കാമായിരുന്നു. പക്ഷേ നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണമല്ലോ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇതേപോലെ ടെക്നിക്കലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണവശാലും നമ്മൾ തോറ്റാലും നമുക്ക് ലോസ് ആണെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ലോങ് ടൈം കരിയർ അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിൽ നല്ലൊരു ട്രേഡറായിട്ട് ഇരിക്കാൻ പറ്റൂ എന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് ഈ ഒരു ട്രേഡ് ലോസ് ആയിട്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്തു. ഈവൻ ദോ എനിക്ക് സെക്കൻഡ് ചാൻസ് ഉണ്ടായിട്ട് ഞാൻ ട്രേഡ് എടുത്തില്ല. കാരണം എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം ഒരു ട്രേഡ് എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് ഞാനിന്ന് എൻ്റെ ലോസ് അക്സെപ്റ്റ് ചെയ്തു. 487 കുഴപ്പമില്ല. നമുക്ക് അടുത്ത ദിവസത്തിൽ എങ്ങനെയാണ് മാർക്കറ്റ് വരുന്നത് കാണുന്നത് എന്നെല്ലാം നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് എനിക്ക് എൻ്റെ ഈ വീക്കിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് നോക്കണം എന്നുണ്ട്. നമുക്കതൊന്ന് നോക്കി നോക്കാം.